യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും, മരിച്ചാലും ഇല്ലൊരു സംശയം. വനവാസത്തിന് പോയ രാമനെ കാണുവാൻ പരിവാരസമേതം ഭരതൻ വനത്തിലെത്തിച്ചേരുകയും രാമനോട് അയോധ്യയിലേക്ക് തിരിച്ചു വരുവാനും രാജാവായി രാജ്യം ഭരിക്കുവാനും ഭരതൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ രാമൻ അതിന് മുതിരുന്നില്ല. കാരണം അച്ഛൻ്റെ വാക്യമാണ്, അച്ഛൻ്റെ ആഗ്രഹമാണ്, അഥവാ അച്ഛൻ്റെ ഇച്ഛയാണ്. അല്ലെങ്കിൽ അച്ഛൻ കൈകേയി മാതാവിന് കൊടുത്ത ആ വാക്കാണത്. അതിനെ ലംഘിക്കുവാൻ ഞാനില്ല. അച്ഛൻ്റെ ആജ്ഞകൾ പാലിക്കേണ്ടത് മകൻ്റെ ഉത്തരവാദിത്വമാണ്. ആ താത നിയോഗം അനുസരിക്കുക പുത്രൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് ആ പിതൃവാക്യത്തെ ലംഘിക്കുന്നവൻ ഒരിക്കലും അവന് നല്ലത് വരില്ല. ജീവിച്ചിരുന്നാലും മരിച്ചതിന് തുല്യമാണ് അങ്ങനെയുള്ളവൻ. അവന് നരകത്തിൽ പോലും അവന് നീതി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരില്ല എന്ന് രാമൻ പറയുന്ന വാക്യങ്ങളാണിത്. അതായത് പിതൃവാക്യം അലംഘനീയമാണ്. അഥവാ പിതരാജ്ഞ, പിതാവിൻ്റെ ഇംഗിതം ആജ്ഞാപിച്ചില്ലെങ്കിലും ആ പിതാവിൻ്റെ ഇംഗിതം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് പുത്രൻ്റെ ധർമ്മമാണ്. അതിന് വിരുദ്ധമായി ഞാൻ ഒരിക്കലും പ്രവർത്തിക്കില്ല എന്ന് രാമൻ പറയുന്ന വരികളാണിത്. ജയ് ശ്രീരാം.